ഇനി അടുത്ത് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ പോർഷനിൽ വരുന്ന ഒരു ചെറിയൊരു പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതെന്ന് പറയുന്നത് പ്രോബ്ലംസ് ഓൺ ബിസിനസ് ആപ്ലിക്കേഷൻസ്. ബിസിനസ് ആപ്ലിക്കേഷൻസിന്റെ പ്രോബ്ലംസ് ആണ് പഠിക്കുന്നത്. അതിൽ നമുക്ക് 3 കേസിലുള്ള പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാനുള്ളത്. കോസ്റ്റ്, റവന്യൂ, അതേപോലെ തന്നെ പ്രോഫിറ്റ്. ഈ 3 കേസിലുള്ള പ്രോബ്ലംസ് ആണ് നമുക്കിവിടെ സോൾവ് ചെയ്യാനുള്ളത്. കോമൺ ആയിട്ട് കോസ്റ്റ്, റവന്യൂ, പ്രോഫിറ്റ് ഈ 3 കേസിലാണ് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് കോസ്റ്റ് റവന്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത് R(x) എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഫോം എന്ന് പറയുന്നത് യൂണിറ്റ് പ്രൈസ് ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഫോമിലായിരിക്കും നമുക്ക് R(x) തന്നിട്ടുണ്ടാവുക. അതേപോലെ കോസ്റ്റ് ഫംഗ്ഷൻ C(x) എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു എക്സ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ്. നമുക്ക് വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ടാവും, ഒരു ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ടാവും. അതേപോലെ പ്രോഫിറ്റ് ഫംഗ്ഷൻ P(x) എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. P(x) ഈക്വൽ ടു R(x) മൈനസ് C(x). അതായത് റവന്യൂ ഫംഗ്ഷൻ മൈനസ് കോസ്റ്റ് ഫംഗ്ഷൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു അതിന്റെ ഫസ്റ്റത്തെ പാർട്ടാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല, അതിന് പകരം റവന്യൂവും കോസ്റ്റും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് ഫംഗ്ഷനോട് ഈക്വൽ ആവുന്ന കേസിനാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുക. അപ്പൊ അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം പറയാം. ഇഫ് എ ടോട്ടൽ കോസ്റ്റ് C(x) എന്ന് പറയുന്ന കേസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 500 പ്ലസ് 90x എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ റവന്യൂസ് ആർ R(x). ടോട്ടൽ റവന്യൂ നമുക്ക് തന്നിട്ടുണ്ട്. R(x) എന്ന് പറയുന്നത് 150x മൈനസ് എക്സ് സ്ക്വയർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്ന R(x) എന്ന് പറയുന്ന C(x) ഈക്വൽ ആവുന്ന കേസിനാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ C(x) തന്നിട്ടുണ്ട്, R(x) തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. അതായത് 150x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 500 പ്ലസ് 90x എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് എന്ത് വരും, ഈ ടൈം that equal to 150x minus x square minus 90x minus 500 equal to 0 എന്ന് പറഞ്ഞിട്ട് കിട്ടും. That implies എന്ത് വരും, minus x square plus 60x minus 500 equal to 0 എന്ന് വരും. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലാണ് ഇത് കിടക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്റെ അതായത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ടേമിന് എന്താക്കണം, ഫസ്റ്റ് നമ്മൾ 1 ആക്കി കൊടുക്കുക. ഇവിടെ -1 എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത്. അതായത് മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പൊ ഇതിനെന്താക്കണം, എക്സ് സ്ക്വയർ എന്ന ഫോമിലാക്കണം. അതിന് വേണ്ടിയിട്ട് ത്രൂ ഔട്ട് എന്ത് ചെയ്യുക, ഒരു മൈനസിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ മൈനസ് 60x പ്ലസ് 500 ഈക്വൽ ടു 0. അതായത് മേലെ ഉള്ളതിനെല്ലാം ഓപ്പോസിറ്റ് സൈൻ വരും. ഇവിടെ പ്ലസ് മൈനസ് ആയിരുന്നു, അത് പ്ലസ് ആയിപ്പോയി. ഇവിടെ പ്ലസ് ആയിരുന്നു, മൈനസ് വന്നു. ഇവിടെ മൈനസ് ആയത് പ്ലസ് ആയി. ഇനി എന്ത് ചെയ്യാ, നമുക്കറിയാം ഇങ്ങനെയുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി, ഇവിടെ എന്റെ പ്ലേസിൽ 1 ആണ് കിടക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, സിന്റെ പ്ലേസിലായിട്ടുള്ള 500നെ ഏതൊക്കെയോ 2 ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത് 500. അതേപോലെ സമ്മ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 60. ഏതാണ് 50 × 10 എന്ന് പറയുന്നതാണ് എന്ത് 500. അതേസമയം -50 പ്ലസ് -10 എന്ന് പറയുന്നതാണ് എന്ത് -60 എന്ന് വരുന്നത്. അതായത് മേലെ -15ഉം -10 ഈക്വൽ ടു 500ഉം -50 പ്ലസ് -10 ഈക്വൽ ടു -60. അതായത് എന്ത് വരും, എക്സ് മൈനസ് 50ഉം എക്സ് മൈനസ് 10 ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് എന്ത് വരും, എക്സ് ഈക്വൽ ടു 50 എന്ന് പറയുന്ന കേസും അതേപോലെ എക്സ് ഈക്വൽ ടു 10 എന്ന് പറയുന്നത്. അതായത് എക്സിന്
50യും 10ഉം ആയിരിക്കും എന്ത് വാല്യൂസ് വരിക. അപ്പൊ നമുക്ക് എക്സിന് 50യും എക്സിന് 10ഉം കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, അതായത് സി ഓഫ് എക്സും കിട്ടിയിട്ടുണ്ട്, ആർ ഓഫ് എക്സും കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യുക, എക്സിന്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, വൈ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അതായത് വൈ ഈക്വൽ ടു, ഞാൻ എടുക്കുന്നത് ഫസ്റ്റത്തെ ഇക്വേഷൻ ആണ്, അതായത് 50 പ്ലസ് 90 ഇൻറ്റു 50 ദാറ്റ് ഈക്വൽ ടു 500 പ്ലസ് 90 4500 ദാറ്റ് ഈക്വൽ ടു 5000 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കേസ് കിട്ടും. അതായത് എക്സിന്റെ പ്ലേസിൽ നമ്മൾ 50 ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യുന്നു, അതേ ഇക്വേഷനിൽ തന്നെ 500 പ്ലസ് 90 ഇൻറ്റു 10 അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഈക്വൽ ടു എന്ത് കിട്ടും, 500 പ്ലസ് 900 എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു 1400. അപ്പൊ നമുക്ക് വൈന്റെ വാല്യൂ 5000 അതേപോലെ 1400. വൈക്ക് നമ്മൾ എക്സിന് നമ്മൾ 50 ഇട്ട് കൊടുത്തപ്പോൾ 5000, എക്സിന് നമ്മൾ 10 ഇട്ട് കൊടുത്തപ്പോൾ 1400 എന്ന് പറയുന്ന വാല്യൂം കിട്ടി. അതായത് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രേക്ക് ഈവൻ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വരിക, എക്സിന് 50 ആവുന്ന കേസിൽ 5000. അപ്പൊ 50 5000 ആൻഡ് 10 ആവുന്ന കേസിൽ 10 1400. ഇത് രണ്ടെണ്ണം ആയിരിക്കും എന്ത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് ജനറേറ്റ് പ്രോഫിറ്റ് ഫംഗ്ഷൻ ആൻഡ് മാക്സിമം പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഫംഗ്ഷനും അതേപോലെ മാക്സിമം പ്രോഫിറ്റും കണ്ടുപിടിക്കുന്ന കേസാണ് പറയുന്നത്. നമുക്കറിയാം പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂ ഫംഗ്ഷൻ മൈനസ് കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് എന്ത് പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആർ ഓഫ് എക്സ് എന്തായിരുന്നു തന്നിട്ടുള്ളത്, ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 150x മൈനസ് എക്സ് സ്ക്വയർ എന്നും, അതേപോലെ നമുക്ക് സി ഓഫ് എക്സ് വന്നിട്ടുള്ളത് എന്തായിരുന്നു 500 പ്ലസ് 90x എന്ന് പറയുന്ന വാല്യൂ ആയിരുന്നു നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് എന്ത് ചെയ്യാം, നമുക്ക് പി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് മൈനസ് സി ഓഫ് എക്സ്. അതായത് 150x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് 500 പ്ലസ് 90x എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ദാറ്റ് ഈക്വൽ ടു എന്ത് കിട്ടും, 150x മൈനസ് എക്സ് സ്ക്വയർ, മൈനസിന് ഉള്ളിലേക്ക് എടുക്കുക. അപ്പൊ മൈനസ് 500, ഈ മൈനസും പ്ലസും കൂടെ മൈനസ് വരും, 90x ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈക്വൽ ടു എന്ത് വരും, 150x മൈനസ് 90x എന്ന് പറയുന്നത് 60x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 500 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതായിരിക്കും കിട്ടുക. പ്രോഫിറ്റ് ഫംഗ്ഷൻ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 60x മൈനസ് 500 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ, അതായത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a എന്ന് പറയുന്ന കേസ്. ഇവിടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക്രിമിനന്റ് ആയിട്ടുള്ള, അതായത് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് ഈക്വൽ ടു 0 വരുന്ന കേസിലായിരിക്കും നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടാവുക. അതായത് നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി, മൈനസ് ബി ബൈ 2a എന്ന് പറയുന്ന കേസ് മാത്രം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, ആ കിട്ടുന്ന വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ നമ്മളിതിനെ വി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോമിലായിരിക്കും എഴുതാം. വി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ 2a. മൈനസ് വി ബൈ 2a എന്ന് പറയുന്നത് എന്താ ഇവിടെ വരിക, ഇവിടെ നമ്മുടെ ഇക്വേഷൻ വരിക മൈനസ്
എക്സ് സ്ക്വയർ പ്ലസ് 60x മൈനസ് 500 എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഉണ്ടാവുക. അതായത് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 60x മൈനസ് 500. അപ്പോൾ വി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് ബി ബൈ എ. ബിയുടെ പ്ലേസിൽ ഇവിടെ 60 ആണ് കിടക്കുന്നത്. അതായത് മൈനസ് 60 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ. 2 ഇൻറ്റു എന്റെ പ്ലേസിൽ മൈനസ് 1 ആണ്. ദാറ്റ് ഈക്വൽ ടു എന്ത് കിട്ടും? 60 ബൈ 2 ദാറ്റ് ഈക്വൽ ടു 30. അപ്പൊ 30 വരുന്ന കേസിലായിരിക്കും നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ പി ഓഫ് എക്സിലേക്ക് ഈ 30 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു മാക്സിമം പ്രോഫിറ്റ് ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്. അതായത് മൈനസ് ഓഫ് 13 സ്ക്വയർ പ്ലസ് 60 ഇൻറ്റു 30 മൈനസ് 500 ദാറ്റ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 13 സ്ക്വയർ പ്ലസ് 60 ഇൻറ്റു 30 മൈനസ് 500 വരും. ദാറ്റ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 13 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട് 900 വരും. മൈനസ് 13 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട് 900 പ്ലസ് 1800 മൈനസ് 500 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഈക്വൽ ടു എന്ത് വരും? 2700 മൈനസ് 50 വരും. ദാറ്റ് ഈക്വൽ ടു എന്ത് കിട്ടും? ദാറ്റ് ഈക്വൽ ടു 2200. അതായത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് വരുന്ന 2200 വരുന്ന കേസിലാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കുന്ന കേസാണ്. അപ്പൊ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുന്നത് സപ്ലൈനോട് ഈക്വൽ ആവുന്ന കേസിനെയാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുക. അപ്പൊ അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം പറയാം. ഇഫ് ദ ഡിമാൻഡ് ഫംഗ്ഷൻ ഫോർ ദ പ്രൊഡക്റ്റ് ഈസ് ഗിവൺ ബൈ പി സ്ക്വയർ പ്ലസ് 2q ഈക്വൽ ടു 1600. ഇപ്പൊ നമുക്ക് ഡിമാൻഡ് തന്നിട്ടുണ്ട്. ഡിമാൻഡ് എന്ന് പറയുന്ന ഈ കേസാണ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ആൻഡ് ദ സപ്ലൈ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ സപ്ലൈ എന്ന് പറയുന്നത് 200 മൈനസ് പി സ്ക്വയർ പ്ലസ് 2q ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആൻഡ് ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇക്വിലിബ്രിയം പ്രൈസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഇക്വേഷനെ നമ്മൾ ഫസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യുക. അതായത് ക്യൂവിന്റെ ഫോമിലേക്ക് ആക്കുക. അതായത് ഡിമാൻഡ് ഫംഗ്ഷൻ ഫസ്റ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഇതാണല്ലോ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ക്യൂ ഈക്വൽ ടു ഫോമിലേക്ക് ഇതിനെ ആക്കണം. അപ്പൊ 2q ഈക്വൽ ടു 1600 മൈനസ് പി സ്ക്വയർ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. ദാറ്റ് ഇംപ്ലൈസ് q ഈക്വൽ ടു എന്ത് വരും? 1600 ഡിവൈഡ് ബൈ 2 മൈനസ് പി സ്ക്വയർ ബൈ 2 എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു 800 മൈനസ് പി സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതേപോലെ സപ്ലൈ ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാം. സപ്ലൈ ഫംഗ്ഷൻ Q എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അതായത് 2q ഈക്വൽ ടു രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുക. പി സ്ക്വയർ മൈനസ് 200 എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് q ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2 മൈനസ് 200 ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്ന ഒരു ഇക്വേഷനും മൈനസ് 100. പി സ്ക്വയർ ബൈ 2 മൈനസ് 100 എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ഇപ്പൊ രണ്ടും ക്യൂവിന്റെ ഫോമിലേക്ക് മാറി. ഇനി നമ്മൾ
നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇക്വിലിബ്രിയം പ്രൈസും ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കേസാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഡിമാൻഡ് എന്ന് പറയുന്ന സപ്ലൈനോട് ഈക്വൽ ആവുന്ന കേസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ. ഡിമാൻഡ് എന്ന് പറയുന്ന സപ്ലൈനോട് ഈക്വൽ ആവുന്ന കേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറയാ, ഈ ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്ക് ഇവിടെ Q ഈക്വൽ ടു 800 മൈനസ് P²/2 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ സപ്ലൈ ഫംഗ്ഷൻ Q ഈക്വൽ ടു P²/2 മൈനസ് 100 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ട് Q നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടേക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ഫസ്റ്റത്തെ Qന്റെ കിട്ടിയത് 800 മൈനസ് P²/2 ദാറ്റ് ഈക്വൽ ടു സെക്കൻഡ് P²/2 മൈനസ് 100 ദാറ്റ് ഈക്വൽ ടു എന്ത് വരും, ദാറ്റ് ഇംപ്ലൈസ് ഈ ടൈം മുഴുവൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അതായത് 800 മൈനസ് P²/2 മൈനസ് P²/2 പ്ലസ് 100 ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് 800 പ്ലസ് 100 എന്ന് പറയുന്നത് 900 മൈനസ് P²/2 മൈനസ് P²/2 എന്ന് പറയുന്നത് മൈനസ് 2P²/2 ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് എന്ത് കിട്ടും, 900 മൈനസ് P² ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് എന്ത് വരും, P² ഈക്വൽ ടു 900 എന്ന് വരും. ഇവിടെ P² ആണ് 900 എന്ന് പറഞ്ഞിട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ P എന്ന് പറയുന്നത് എന്ത് വരും, ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 30. 30 ഇൻറ്റു 30 എന്ന് പറയുന്നതാണ് 900. അപ്പൊ P² എന്ന് പറയുന്നതാണ് 900 വരുന്നത്. അങ്ങനെയാണെങ്കിൽ P എന്ന് പറയുന്ന പ്ലസ് ഓർ മൈനസ് 300 എന്ന് പറഞ്ഞിട്ട് 30 ആയിരിക്കും നമുക്ക് വരിക. അതായത് P ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 30. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇക്വിലിബ്രിയം പ്രൈസ് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. അതായത് P ഈക്വൽ ടു 30 വരുന്ന കേസ് മാത്രമായിരിക്കും എന്ത്, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുക. ഇനി അടുത്ത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സപ്ലൈ ഫംഗ്ഷനും ഡിമാൻഡ് ഫംഗ്ഷന്റെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് Q ഈക്വൽ ടു P²/2 മൈനസ് 100ഉം അതേപോലെ ഡിമാൻഡ് ഫംഗ്ഷൻ Q ഈക്വൽ ടു 800 മൈനസ് P²/2 എന്ന് പറയുന്ന കേസും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് നമ്മുടെ Pന്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കിട്ടും. അപ്പൊ ഞാൻ സപ്ലൈ ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ Q ഈക്വൽ ടു സപ്ലൈ ഫംഗ്ഷൻ Q ഈക്വൽ ടു P²/2 മൈനസ് 100 ദാറ്റ് ഈക്വൽ ടു എന്ത് വരും, 13² മൈനസ് 100 എന്ന് വരും. 13² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 900/2 മൈനസ് 100. (900/2) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 450 മൈനസ് 100 വരും. ദാറ്റ് ഈക്വൽ ടു 350. അതായത് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് 30യും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 350 ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും.